ഹായ്, ഐ എം ശരണ്യ ഫ്രം ജാക്ക് കൺസ്ട്രക്ഷൻസ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിൻസെന്റ് സാർ ആണ്. സാർ കമ്പനിയുടെ ചെയർമാനും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി സർവീസിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് വർക്ക് എഗ്രിമെന്റിനെ പറ്റിയായിരുന്നു. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോൾ പ്രൈവറ്റ് വർക്ക് എഗ്രിമെന്റും അതേപോലെ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള വർക്ക് എഗ്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സാറിന്റെ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് എങ്ങനെയാണ് സാറിന് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സ്? ഗവൺമെന്റ് വർക്ക് അഗ്രിമെന്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഗവൺമെന്റ് സാധാരണ വർക്ക് PPP വരുന്നതിന് മുമ്പുള്ള ഒരു രീതിയുണ്ട്. അതേ രീതിയിലാണ് പ്രൈവറ്റ് ഇത് അഗ്രിമെന്റ് വെക്കുന്നത്. PPP വന്നതിന് ശേഷം ആർബിട്രേഷൻ ക്ലോസ് ഉള്ളതൊക്കെ പിന്നീട് വേറൊരു രീതിയിലാണ്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അപ്പോൾ വർക്ക് അഗ്രിമെന്റ് വയ്ക്കുന്നതിന് മുമ്പ് ഒരു എസ്റ്റിമേറ്റ് എടുക്കുമല്ലോ നമ്മൾ. ഗവൺമെന്റ് കേസിലാണെങ്കിൽ പിന്നെ ബഡ്ജറ്റിലുണ്ടാവും. ഗവൺമെന്റുള്ള സ്റ്റെപ്പ് പറയാം. ബഡ്ജറ്റിൽ ഒരു വർക്കുണ്ടാവും. ആ വർക്കിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. ആ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ ബേസിസിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടുന്നു, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നു. ടെക്നിക്കൽ സാങ്ഷൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ലെവൽ ഓഫ് ആൾക്കാർ കൊടുക്കുന്നു. ഓരോ ഹയസ്റ്റ് അൺലിമിറ്റഡ് ടെക്നിക്കൽ സാങ്ഷൻ പവറാണ് ചീഫ് എഞ്ചിനീയർക്കുള്ളത്. താഴെയുള്ള ഓരോ എഞ്ചിനീയേഴ്സ് ലെവലിലുള്ളവർക്കും ഓരോ ലിമിറ്റഡ് പവേഴ്സാണുള്ളത്. എന്നിട്ട് എസ്റ്റിമേറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് BOQ, ബിൽ ഓഫ് ക്വാണ്ടിറ്റി, അത് വെച്ചിട്ടാണ് നമ്മൾ ടെൻഡർ ചെയ്യുന്നത്. ടെൻഡർ ചെയ്തതിന് ശേഷമാണ് ലോവസ്റ്റ് ആളെ കൊണ്ടാണ് എഗ്രിമെന്റ് വയ്ക്കുന്നത്. ഇപ്പം ജാക്ക് കൺസ്ട്രക്ഷൻ്റെ രീതിയിൽ ആണെങ്കിൽ നമുക്കൊരു ക്ലയൻറ്റ് നമ്മളെ സമീപിക്കുന്നു. മിക്കവാറും പ്ലാൻ വരയ്ക്കാനായിരിക്കുമല്ലോ ആദ്യം സമീപിക്കുന്നത്. അപ്പോൾ ആ പ്ലാൻ അപ്രൂവൽ കിട്ടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വലൻ ടു ഗവൺമെൻറ്റിൻ്റെ AS ആൻഡ് TS. അതായത് പ്ലാൻ അപ്രൂവൽ ആകുമ്പോൾ ഏകദേശം TS ആണ്. ഈ രീതിയിൽ പണിയണം, സെറ്റ് ബാക്കിൽ പണിയണം, ഗവൺമെൻറ് കോർപ്പറേഷന് പെർമിറ്റ് കിട്ടും. അതനുസരിച്ചാണ് ഇദ്ദേഹത്തിന് പണിയേണ്ടത്. പിന്നെ AS അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ആൾറെഡി ഹി ഹാസ് കമ്മിങ് ഫോർ ഡൂയിങ് ദ വർക്ക്. അപ്പോൾ അതൊരു ASന് ഇക്വലൻ്റ് ആണ്. AS എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എക്സ്ചക്കറിന് ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അനുവാദമാണ്. ഇദ്ദേഹം ഇത്രയും എമൗണ്ട്, ഈ പ്രൈവറ്റ് പാർട്ടി ഇത്രയും എമൗണ്ട് കയ്യിലുള്ളത് കൊണ്ടല്ലേ ഇവർ പണിയാൻ വരുന്നത്. അപ്പം അതിനുള്ള എന്നിട്ട് നമ്മൾ ഗവൺമെൻറ്റിലുള്ളത് തന്നെ നമ്മളിവിടെ എസ്റ്റിമേറ്റ് എടുക്കുന്നു. എസ്റ്റിമേറ്റ് എടുത്തിട്ട് എസ്റ്റിമേറ്റ് എഴുതി ടെൻഡർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ജാക്ക് കൺസ്ട്രക്ഷൻ വരികയാണെങ്കിൽ മിക്കവാറും നമ്മളൊരു റേറ്റ് കൊടുക്കും. അത് അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹം വേറെ ആരോടെങ്കിലുമൊക്കെ ചോദിക്കും. ചോദിച്ചിട്ട് വിച്ച് ഈസ് നെഗോഷിയേറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ റേറ്റ് കൊടുത്തിട്ട് നമ്മളെന്താ ഈ പ്ലാൻ വരയ്ക്കാൻ വേണ്ടി നമുക്ക് അതിന് ചിലവൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ പ്ലാൻ വരച്ച് എല്ലാ സാങ്ഷനും മേടിച്ച് കൊടുക്കുന്നതിന് 1%, 2%, വലിയ ചെറിയ ബിൽഡിംഗ് ആണെങ്കിൽ അതിനൊരു ലംസം റേറ്റാണ് ഇത്ര. മറ്റേ വലിയ വർക്കുകൾക്കാണെങ്കിൽ അത് 1%, 2%, 3% എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങും. അത് നമുക്കാണ് വർക്ക് തരുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് അഡ്വാൻസ് പേയ്മെൻറ്റിൽ ഇതിന് കണക്കാക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ ഇത് വാങ്ങാതെ, പ്ലാൻ പ്രിപ്പറേഷന് വേണ്ടിയുള്ള പൈസ വാങ്ങാതെ വർക്ക് വരച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരാൾക്ക് കൊടുത്താൽ നമുക്കൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇതിലാണെങ്കിൽ വർക്ക് ടെൻഡർ ചെയ്യും. ടെൻഡർ ചെയ്യുന്നത് രണ്ട് രീതിയിലുള്ള ടെൻഡർ ഉണ്ട് ഗവൺമെൻറ്. പെർസെൻറ്റേജ് റേറ്റ് ഉണ്ട്, റേറ്റ് കോൺട്രാക്റ്റ് ഉണ്ട്, ഐറ്റം റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് റേറ്റ് ഉണ്ട്. പെർസെൻറ്റേജ് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമല്ലോ, അതിന് ടെൻഡർ ഫ്ലോട്ട് ചെയ്യും. ടെൻഡർ ഷെഡ്യൂൾ അതിന് PAC എമൗണ്ട് അറൈവ് ചെയ്യും. PAC അറിയാം, പ്രോബബിൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട്. അത് അപ്പോൾ എസ്റ്റിമേറ്റ് എമൗണ്ടിനെ നമ്മൾ ഫ്ലോട്ട് ചെയ്യും. അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മുമ്പാണെങ്കിൽ പെർസെൻറ്റേജ് അതിൻ്റെ 5% കുറച്ചോ അല്ലെങ്കിൽ കൂടുതലോ 10% കൂടുതലോ ആ പെർസെൻറ്റേജ് വെച്ച് ടെൻഡർ ചെയ്യും. അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് കോട്ട് ചെയ്ത കോൺട്രാക്ടർ. അറ്റ് ദ സെയിം ടൈം PQ ഉണ്ട്, പ്രീ ക്വാളിഫിക്കേഷൻ വല്ലതും കാണും. പ്രീ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ആൾറെഡി ഹി ഹാസ് ഇത്ര എമൗണ്ടിൻ്റെ വർക്ക് ഇത് ചെയ്യണം, അദ്ദേഹത്തിന് ഇത്ര സ്റ്റാഫ് സ്ട്രെങ്ത് വേണം, ഇത്ര മെഷീനറി സ്ട്രെങ്ത് വേണം എന്നുള്ളതൊക്കെ വെച്ചിട്ട് അവരെങ്ങനെ അത് പ്രൂവ് ചെയ്യും? അവർ ഡീറ്റെയിൽസ് കൊടുക്കും. ഇപ്പൊ ഇത്ര കൊല്ലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന വർക്ക് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കൊടുക്കും. നമുക്കിപ്പം ഇത്ര കൊല്ലം നിലനിൽക്കുന്ന കമ്പനിയാണ്, അവർ ഇൻകം ടാക്സ് റിട്ടേൺ അടയ്ക്കണം, അപ്പം GST ഉള്ളവരാണ്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഗവൺമെന്റ് ഇത് വാങ്ങിച്ചു. പിന്നെ ഒരു ഇത് വല്ലതും കൊടുക്കും, ഒരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ EMD, ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും.
ഇത് ഇവർ കൊടുക്കുന്ന രീതിയിൽ ഇതെല്ലാം വെരിഫൈ ചെയ്യുമ്പോൾ ഇതാണെങ്കിൽ പൈസ ലോസ് ആയി പോകും അവർക്ക്. അപ്പം ഇങ്ങനെ PQ വെച്ചിട്ട് അതിൽ ലോവസ്റ്റ്, അതിന് L1 എന്ന് പറയും. ഏറ്റവും L1, L2, L3 3 പേര് ടെൻഡർ കഴിഞ്ഞത് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ആളാണ് L1. അപ്പോൾ L1-ഉമായിട്ട് എഗ്രി ചെയ്യുന്നത്. L1 PQ ക്വാളിഫൈഡ് അല്ലെങ്കിൽ, അതായത് റേറ്റ് കുറവാണ്, പക്ഷേ ഹീ ഈസ് നോട്ട് ഹാവിങ് ദ പ്രീ ക്വാളിഫിക്കേഷൻ എന്നുവെച്ചാൽ മെഷീനറി ഇല്ല, അതെല്ലാം വെരിഫൈ ചെയ്തപ്പോൾ അപ്പം L1-നെ റിജക്റ്റ് ചെയ്യും. എന്നിട്ട് L2-നോട് നെഗോഷിയേറ്റ് ചെയ്യും വെദർ യു ആർ വില്ലിംഗ് ടു റെഡി ദ വർക്ക് അറ്റ് ദ L1 റേറ്റ്. മനസ്സിലായോ? നെഗോഷിയേറ്റ് ചെയ്ത് ഇത് അപ്രൂവ് ചെയ്ത് എഗ്രിമെന്റ് വെക്കുന്നു. എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ദെൻ പേയ്മെന്റിന് വേണ്ടി മെഷർമെന്റ്സ് റെക്കോർഡ് ചെയ്യണം. മെഷർമെന്റ്സ് റെക്കോർഡ് ചെയ്യണം. അതായത് സാർ നമ്മുടെ എംബുക്ക് നമ്മൾ സൈറ്റിൽ നിന്ന് ഓരോന്ന് എഴുതിയെടുത്ത് നമ്മൾ എംബുക്കിലോട്ട് എഴുതുന്നതും അതേപോലെ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തായാലും നമ്മൾ നോർമലി എടുക്കുന്ന പോലെ അല്ലല്ലോ, അതിന്റെ പ്രൊസീജിയേഴ്സും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സർ? ഗവൺമെന്റ് വർക്കിലാണെങ്കിൽ ഞാൻ ഒരേ സമയത്ത് രണ്ടും കൂടെ പാരലായിട്ട് പറഞ്ഞു പോകാം, അതായിരിക്കും പറയാനുള്ളത്. ഗവൺമെന്റ് വർക്കിലാണെങ്കിൽ മെഷർമെന്റ് ബുക്ക് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ആണെങ്കിൽ, ഞാൻ പൊതുമരാമത്ത് വകുപ്പിലാണല്ലോ വർക്ക് ചെയ്തത്, അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് താഴെയുള്ള നമുക്ക് താഴെ ഫസ്റ്റ് ഗ്രേഡ് ഓഫീസറാണ്, സെക്കൻഡ് ഗ്രേഡ് ഓഫീസറാണ്, അവർക്കാർക്കും റെക്കോർഡിംഗ് പവേഴ്സ് ഇല്ല. ബ്ലോക്കിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ പണ്ട് ബ്ലോക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലോക്കിൽ അന്ന് LSGD ഇല്ല, LSGD വരുന്നതിന് മുമ്പ് ബ്ലോക്കാണ്. അപ്പോൾ ബ്ലോക്കിൽ ചില ലിമിറ്റഡ് വർക്ക്, ഇപ്പോൾ കിണർ ഒഴിക്കുക 10,000 രൂപ വരെ AIക്ക് TS പവേഴ്സ് ഉണ്ട്, കിണർ അത് ഓർസിയറെ കൊണ്ട് റെക്കോർഡ് ചെയ്ത് AI പാസ്സാക്കി കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ LSGDയിൽ ഒക്കെ ആണെങ്കിൽ LSGDയുടെ ബുക്ക് ഞാനിപ്പോൾ പരിശോധിച്ചു, അതിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർക്ക് റെക്കോർഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ, കാരണം LSGDയിൽ ചില പഞ്ചായത്തുകൾ, LSGD ചില പഞ്ചായത്തിൽ ചിലപ്പോൾ റിമോട്ടായിട്ടുള്ള ഒരു പഞ്ചായത്തായിരിക്കും, അവിടെ ഒരു സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറും ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറും കാണും. അപ്പോൾ പിന്നെ അവർക്ക് പിന്നെ വേറെ പഞ്ചായത്ത് ദൂരെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ ചില ഇത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഓഫീസർ മെഷർമെന്റ്സ് റെക്കോർഡ് ചെയ്യണം, വേറെ ഓഫീസർ ചെക്ക് ചെയ്യണം, അതാണ് അതിൻ്റെ റൂള്. അപ്പോൾ AI റെക്കോർഡ് ചെയ്യുമ്പോൾ AX ചെക്ക് ചെയ്യണം. മെഷർമെന്റ്സ് റെക്കോർഡിങ് ഇൻ മീറ്റേഴ്സ് ഉള്ളി വിത്ത് 2 ഡിജിറ്റ്, അതായത് സെന്റിമീറ്റേഴ്സ് വരെ, മില്ലിമീറ്റർ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ അത് ഇൻ ഫുള്ളായിരിക്കണം. 5 മീറ്റർ 10 സെന്റിമീറ്റർ ആണെങ്കിൽ 5.10 എന്ന് തന്നെ എഴുതണം, അല്ലെങ്കിൽ 5.1. നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ 5.1 എന്ന് അടിച്ചാൽ മതി. മറ്റേത് 3rd ഡിജിറ്റ് എന്ന് വെച്ചാൽ മെഷർമെന്റ്സ് പിന്നെ വേറെ ഒരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് റെക്കോർഡ് ചെയ്യണം എന്നാണ്. അപ്പം നമുക്ക് മെഷർമെന്റ് ബുക്കിൽ 4 കോളമുണ്ട്. നമ്പേഴ്സ് LBD, ലെങ്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്. അപ്പം നമ്മൾ നമ്പേഴ്സ് ഇൻവേരിയബിളി റെക്കോർഡ് ചെയ്യണം. ഈ 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് സപ്പോസ് നമ്പറിൽ പ്രസക്തി ഇല്ല, ഒറ്റ ഇതാണെങ്കിൽ ആ 1 എന്ന് എഴുതണം. 1 റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ അത് 0 എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ 1 ആണെങ്കിൽ 1 റെക്കോർഡ് ചെയ്യണം, 1-ൽ കൂടുതലാണെങ്കിൽ 2 റെക്കോർഡ് ചെയ്യണം. പിന്നെ നമുക്ക് ചിലപ്പോൾ കമ്പിയുടെ നീളം മാത്രമായിട്ട് നമ്മൾ എടുക്കും, കമ്പിയുടെ നീളം എടുക്കുന്നു. അപ്പോൾ അതിന് ബ്രെഡ്ത്തും ഡെപ്തും ഇല്ല എങ്കിൽ അതിന് ബ്രെഡ്ത്തും ഡെപ്തിനെയും ഒരു സ്കോർ ചെയ്ത് ഇട്ടേക്കണം, ഡാഷ് ഇട്ടേക്കണം. അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലായോ? കാരണം ഒരു സംശയത്തിൽ ഇടപെടാത്ത രീതിയിൽ മെഷർമെന്റ് എടുക്കണം. അപ്പം അങ്ങനെ ഈ മെഷർമെന്റ് മുമ്പാണെങ്കിൽ മെഷർമെന്റ് ബുക്കിലാണ് എടുക്കുന്നത്, എന്നിട്ട് ബില്ല് എഴുതുന്നത് മെഷർമെന്റ് ബുക്കിലാണ്. ഇപ്പം അത് പിന്നെ കമ്പ്യൂട്ടറിലൊന്ന് റെക്കോർഡ് ചെയ്യാം, മെഷർമെന്റ് ബുക്കിന്റെ ആ ഒരു പാറ്റേണിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഒരു മെഷർമെന്റ്സ് ദെൻ ആൻഡ് ദെയർ എടുക്കണമെന്നുള്ള ഇത് ഓവർ റൈറ്റ് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇതിൽ വരച്ചിട്ട് ആ തെറ്റിയ ഫിഗർ ഏതാണെന്നുള്ളത് കാണണം. കാണാത്ത രീതിയിൽ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? എന്തെങ്കിലും മെഷർമെന്റ് തെറ്റിയിട്ടുണ്ടോ വരയ്ക്കണം, എന്നിട്ട് ഒരു ഇനിഷ്യലും ചെയ്യണം. നമ്മളിപ്പോൾ ചെക്കിൽ എമൗണ്ട് ഒക്കെ എഴുതല്ലേ, ചെക്ക് എഴുതുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല, പക്ഷെ വരയ്ക്കണം. അത് തെറ്റിയത് എന്താണെന്ന് അറിയണം. കാരണം ആ രീതിയിലാണ് ഈ ക്വാണ്ടിറ്റി എടുത്തിട്ട് ക്വാണ്ടിറ്റി ബില്ലിലോട്ട് ക്യാരി പറയും. ബില്ല് തന്നെ 2 രീതിയിൽ ഉണ്ട്. പിന്നെ പെറ്റി കോൺട്രാക്ടേഴ്സ് ബില്ലും മുമ്പ് ഉണ്ടായിരുന്ന CC ബിൽ, കോൺട്രാക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് CC ഫസ്റ്റ് ആൻഡ് പാർട്ട്, അതായത് ഫസ്റ്റ് പാർട്ട് ബില്ലാണ്.
CC സെക്കൻഡ് ഹാൻഡ് പാർട്ട് രണ്ടാമത്തെ പാർട്ടിലാണ്. പെറ്റി കോൺട്രാക്ടേഴ്സ് ബില്ല് വെച്ചാൽ ഒരു ബില്ലേ ഉള്ളൂ, ചെറിയ എമൗണ്ടിന് ഒറ്റ ബില്ല്, അതിന് 2 ബില്ലില്ലാത്തതാണ്. ഈ CC ബില്ലിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 10 വർഷത്തിൽ ഇപ്പോൾ ഉള്ള RAB എന്ന് പറയും, റണ്ണിങ് അക്കൗണ്ട് ബിൽ. അപ്പോൾ RAB 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ബിൽ, റണ്ണിങ് അക്കൗണ്ട് ബിൽ. ഇതിലെ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഐറ്റത്തിലുണ്ടെങ്കിൽ ഒരു ഐറ്റം ഒരു എർത്ത് വർക്ക് എക്സ്കവേഷൻ, അത് പിന്നെ 2-3 പാർട്ട് ബില്ലിലുണ്ട്. ആദ്യത്തെ പാർട്ട് ബില്ലിൽ കുറച്ച് എക്സ്കവേറ്റ് ചെയ്തു, ഒരു നല്ല ലെങ്ത്തുള്ള കോളമാണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഫൗണ്ടേഷൻ എക്സ്കവേറ്റ് ചെയ്തു പണി ചെയ്തു. രണ്ടാമത്തെ പാർട്ട് ബില്ലിന് എക്സ്കവേറ്റ് ചെയ്തു, മൂന്നാമത്തെ പാർട്ട് ബില്ലിൽ എക്സ്കവേറ്റ് ചെയ്തു. അപ്പം 3 മെഷർമെന്റ്, ഇതെല്ലാം ഓരോന്നും ഓരോ സമയത്ത് ഡേറ്റ് വെച്ച് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ബില്ലിൽ വരുമ്പോഴത്തേക്ക് ബില്ല് ക്യാരി പറയുമ്പോൾ ഓരോ ബില്ലിലും ഹോൾ മെഷർമെന്റ് ക്യാരി പറയണം. അപ്പൊ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആദ്യത്തെ പാർട്ട് ബില്ലിൽ എഴുതിയല്ലോ, ആ മെഷർമെന്റ് ബുക്ക് എവിടെയാണ് കിടക്കുന്നത്, അതിൽ നിന്ന് ഇതിലോട്ട് ക്യാരി വരും. ക്വാണ്ടിറ്റി വേർഡ് ഇന്ന പേജ് എത്ര ഇതാണ്. അത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ എഴുതുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിലാണ് എൻട്രി ചെയ്യുന്നതെങ്കിലും വി ആർ ക്രിയേറ്റിംഗ് എ വെർച്വൽ എംബുക്ക്. അപ്പൊ അതിലൊരു പേജ് ഉണ്ടാവും. രണ്ടാമത്തെ പാർട്ട് ബില്ലിൽ കുറച്ച് ക്വാണ്ടിറ്റി എക്സ്കവേറ്റ് ചെയ്ത് അത് എഴുതി, മൂന്നാമത്തേതിൽ എഴുതി. അപ്പൊ ഇത് ടോട്ടലിന്റെ എമൗണ്ട് വരേണ്ട ഇൻറ്റു റേറ്റ് ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടലിന്റെ എമൗണ്ട് എഴുതണം. അത് എമൗണ്ട് അപ് ടു ഡേറ്റ് അതിൽ കിട്ടും. പിന്നെ ഡിഡക്ട് പ്രീവിയസ് മെഷർമെന്റ്. അപ്പം നമ്മൾ മൂന്നാമത്തെ ബില്ലാണ് എഴുതുന്നത് വെച്ചോ, ഫസ്റ്റ് 2 ബില്ലിലുള്ള ക്വാണ്ടിറ്റിയെ ഡിഡക്ട് ചെയ്യണം. അതായത് മൂന്നാമത്തെ ബില്ല് എഴുതിയപ്പോഴും 3 ബില്ലിന്റെ ക്വാണ്ടിറ്റി അപ് ടു ഡേറ്റിൽ എഴുതി, എന്നിട്ട് ഡിഡക്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡിന്റെ ക്വാണ്ടിറ്റി ഡിഡക്ട് ചെയ്തു. അപ്പം പിന്നെ സിൻസ് ലാസ്റ്റ് കോളം വേറെ ഒന്നുണ്ട്, അതിൽ സിൻസ് ലാസ്റ്റ് ക്വാണ്ടിറ്റി, മൂന്നാമത്തെ ക്വാണ്ടിറ്റി വരുത്തുന്നത് ഈ ഫോർമാറ്റിൽ വേണം എടുത്ത് എഴുതാൻ. എമൗണ്ടും അതുപോലെ വരും. 3 കണ്ടിന്യൂസ് ആയിട്ട് നോട്ട് ചെയ്ത് വരണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പലപ്പോഴും പറ്റും. നമ്മളിപ്പോൾ ഒരു വലിയ ബിൽ വർക്കാണ്, ഒരു 5 കോടി രൂപയുടെ വർക്കാണ്. അതിൽ നമ്മൾ ആദ്യത്തെ 1-2 ബില്ലിലെ എർത്ത് വർക്കിൻ്റെ വന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഡിഫർ ചെയ്ത് ക്ലെയിം ചെയ്യാൻ വിട്ടുപോയി. അവസാനത്തെ ബില്ല് 10ാമത്തേക്ക് ബില്ല് വരുമ്പോഴത്തേക്കും നമ്മൾ ഫൗണ്ടേഷൻ എല്ലാം കഴിഞ്ഞ് ഇത് 5ാമത്തെയോ 8ാമത്തെയോ നിലയിലുള്ള കോൺക്രീറ്റിംഗ് കമ്പിയും ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് പഴയ അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ ഇതെല്ലാം ടോട്ടൽ ചെയ്ത് ആ ഓരോ ബില്ല് ജസ്റ്റ് പ്രീവിയസ് ഉള്ള ഡിഡക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പറ്റും ആ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ അത് ഒരു ബില്ലിലും വരാതെ വന്നു പോയല്ലോ, അത് വരാൻ വേണ്ടി. അത് കൂടാതെ പാസ്സാക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു വാച്ച്ഫുൾ ആയിരിക്കണം. എർത്ത് വർക്ക് മൊത്തത്തിൽ എത്ര വന്നു, കഴിഞ്ഞ ഏതെങ്കിലും എക്സസ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഓരോ പാർട്ട് ബില്ല് ഡിഫർ ചെയ്ത് വേണം പാസ്സാക്കണമെന്നാണ്. ആരൊക്കെയാണ് സാർ ഈ എംബിൽ നോക്കുന്നത്, റെഫർ ചെയ്യുന്നതും ചെക്ക് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അതിന്റെ ഹൈറാർക്കി എങ്ങനെയാണ് സാർ? ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ മെഷർമെന്റ്സ് റെക്കോർഡ് ചെയ്യുന്നു. അത് പിന്നെ ബിൽ എംബുക്കിലോട്ട് ബില്ല് ക്യാരി ഓവർ ചെയ്യുന്നത്, ബിൽ കോപ്പിയായിട്ട് എംബുക്കിൽ എഴുതുന്നതും തന്നെയാണ്. പക്ഷെ പിന്നെ അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ടെക്നിക്കൽ സ്റ്റാഫ് ഓഫ് ഓഫീസ്, ഡ്രാഫ്റ്റ്മാൻ ഇൻ ദ ഓഫീസ്, പിന്നെ ക്ലർക്ക് ഉണ്ടാവും, ചില അസിസ്റ്റന്റ് ജനറൽ ഓഫീസിൽ ചില ക്ലർക്ക് ഉണ്ടാവും, അവർക്കും ചെയ്യാം. അപ്പം എംബുക്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് നോൺ ടെക്നിക്കൽ മെമ്പർ ഹാസ് ടു എൻ്റർ എനിത്തിങ് ഇൻ എംബുക്ക് എന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു എക്സംഷൻ വെച്ചാൽ ഓവർസിയേഴ്സിന് അതിന് എക്സംഷൻ കൊടുത്തിട്ടുള്ള സെക്ഷനിലുള്ള ക്ലർക്ക് അദ്ദേഹത്തിന് കഴിയാം. അപ്പം എംബുക്ക് അപ്പോൾ അസിസ്റ്റന്റ് ജനറൽ ആൻഡ് ടെക്നിക്കൽ സ്റ്റാഫ്. നമ്മുടെ ജാക്ക് കൺസ്ട്രക്ഷനിലാണെങ്കിൽ നമ്മളിപ്പം മെഷർമെന്റ് ഇത് നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ട് വലിയ വർക്ക് ഐറ്റം റേറ്റിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ആഫ്റ്റർ കോവിഡ് നമ്മുടെ സ്റ്റാച്യൂവിൽ ഒരു 7 കോടി രൂപയുടെ. അപ്പം അത് ആ മെഷർമെന്റ് അതിൽ നടന്ന രീതി എന്ന് വെച്ചാൽ നമ്മുടെ ജാക്സൺ സൈറ്റ് എഞ്ചിനീയർ ആണല്ലോ എല്ലാ സൈറ്റിൽ. നമ്മൾ ട്രെയിനീസായിട്ട് താഴെ ആൾക്കാരുണ്ടെങ്കിൽ ജാക്സൺ ആണ് അതിൻ്റെ റെസ്പോൺസിബിൾ ആൾ. ജാക്സൺ പിന്നെ പലപ്പോഴും ബിൽ പ്രിപ്പറേഷൻ സബ്മിറ്റിങ് എനിക്കാണ് കൂടുതൽ. നമ്മുടെ MD ജാക്മനൊക്കെ പിന്നെ ഇതൊന്നും അല്ല നിശ്ചയമില്ല. അപ്പോൾ സൈറ്റിൽ മെഷർമെന്റ് എടുക്കുന്നത് ജാക്സൺ ജോൺസണും ഞാനുമായിരിക്കും. നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെ ഷേപ്പ് പലപ്പോഴും എംബുക്കിൻ്റെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞാലും പലപ്പോഴും പല കാര്യങ്ങളും ഡയറക്റ്റ് ആ വേർത്ത് കുളിച്ച് നമ്മൾ മെഷർമെൻ്റ് എല്ലാം എടുത്ത്
ഇത് പറ്റില്ല. അപ്പോൾ സാധാരണ നമ്മളൊരു നോട്ട്ബുക്കിൽ എഴുതുകയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് എംബുക്കിൽ എഴുതത്തക്ക രീതിയിൽ ഇതിനെ ഷേപ്പ് ചെയ്യും. ലെങ്ത് ബ്രെഡ്ത്ത് ഇത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ റീറ്റൈനിങ് വാൾ ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ നീളത്തിലുള്ള റീറ്റൈനിങ് വാളെന്ന് വെച്ചാൽ ദർ ഈസ് ഡിഫറെൻറ്റ് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റിനനുസരിച്ച് ബേസ് വിഡ്ത്ത് മാറുന്നു, അതനുസരിച്ച് ഫൗണ്ടേഷൻ വിഡ്ത്ത് മാറുന്നു. പക്ഷെ ഡെപ്തും നമ്മൾ അവിടെ മെഷർ ചെയ്യുന്ന എന്താ, ടോട്ടലി ഒരേ ഹൈറ്റുള്ള റിട്ടേണിംഗ് വാളിൻ്റെ മെഷർമെൻറ്റ് A1A ഒരു ലെങ്ത്തിൻ്റെ 1A അതിൻ്റെ ഹൈറ്റ് 5 മീറ്റർ എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ബേസ് വിട്ട് അതിനുള്ളത് അന്നേരം ഇതിലൊരു സെക്ഷൻ പോലെ വരച്ച് നമ്മൾ അതിലിടും. എന്നിട്ട് 5 മീറ്റർ പോകുന്നത് അത് കുറെ കഴിയുമ്പോഴത്തേക്ക് 5 മീറ്റർ നിന്നു 4.5 മീറ്ററായി. അപ്പം ഇങ്ങനെ ഓരോരോ എടുത്തിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഓഫീസിൽ വന്നതിന് ശേഷമാണ് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ റീറ്റൈനിങ് വാൾ മൊത്തം 200 മീറ്ററാണ്. അതിൽ ആദ്യത്തെ ഒരു 15 മീറ്ററാണ് 5 മീറ്റർ ഉണ്ടായിരുന്നത്, പിന്നെ 18 മീറ്ററാണ് 5. അപ്പോൾ ഓരോന്നിനും ഉള്ള ഫൗണ്ടേഷൻ ഇത് വേണ്ടേ. അപ്പോൾ ടോട്ടൽ ലെങ്ത്, ഈ മെഷർമെൻറ്റിൻ്റെ ലെങ്ത്തിനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയ ലെങ്ത് ഇത് റെഡിയായി വരണം. ഏതെങ്കിലും ഒരു 50 സെൻറ്റിമീറ്റർ ചിലപ്പോൾ ഇതിലും വന്നില്ല അതിലും വന്നില്ല. ബട്ട് ഫീൽഡിൽ ഹി ഹാസ് ഡൺ ദിസ് മച്ച് ലെങ്ത് ഓഫ് റിട്ടൈനിങ് വാൾ. മനസ്സിലായോ? നമുക്ക് അങ്ങനെ സൈറ്റിൽ വെച്ച് അത് സംഭവിക്കും. അപ്പോൾ ആ ടോട്ടൽ ലെങ്തിന് ഇത് ഈ എംബുക്കിൻ്റെ ടോട്ടൽ ലെങ്ത് കൊള്ളത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ സൈറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കും ഓഫീസിൽ വെച്ച് കൂടുതൽ, കാരണം ഞാൻ എപ്പോഴും ഓഫീസിൽ ഇരിക്കുന്ന ആളല്ല, ഷേപ്പ് ചെയ്തിട്ട് കുറേ ചെയ്തിട്ട് നമ്മുടെ ഓഫീസിൽ ഓരോ കാലഘട്ടത്തും ഈ സ്റ്റാച്യു സൈറ്റ് വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ലിബിയ ആയിരുന്നു ഓഫീസ് സ്റ്റാഫ്. മുമ്പ് 2014 ശരണ്യ എന്നുള്ള, ഈ ശരണ്യ അല്ല വേറൊരു ശരണ്യ, ഒരു കിടില ശരണ്യ ഉണ്ടായിരുന്നു. അയാളാണ് ആദ്യം 2014 നമ്മൾ കോശിപ്പണിക്കട്ട മുട്ടത്തറയുള്ള വർക്കറൊക്കെ. ഇപ്പോൾ ഇതിലാണ് ലിബിയ. ഇപ്പോൾ ലിബിയ മാറിയതിനു ശേഷം ജിത്തു വന്നതിന് ശേഷം ജിത്തു ആണ് ഓഫീസിൽ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നു, ഷേപ്പ് ചെയ്ത് ഞാൻ കൊടുക്കുന്നു, കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നതിനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒന്നുകൂടെ ഞാൻ വെരിഫൈ ചെയ്യുന്നു. കാരണം എഗെയിൻ സംതിങ് ബാഡ് മേ ഹാപ്പൻ, മിസ്റ്റേക്ക് വരാം. കണ്ടുപോകാൻ മെഷർമെൻറ്റ്സ് ഒരു ദിവസം റെക്കോർഡ് ചെയ്തിട്ട് പോയി കുറച്ച് കഴിഞ്ഞ് പിറ്റന്ന് വന്നു കഴിഞ്ഞപ്പോൾ പിറ്റന്നപ്പോൾ ലീവ് എടുത്ത് 3ൻ്റെ അന്ന് വന്നപ്പോഴത്തേക്ക് ഇത് തന്നെ വരികയോ ഒരു പേജ് ഒമിറ്റ് ചെയ്യാൻ വരാം. അപ്പോൾ എനിക്ക് ആ ഓർഡറിൽ ഞാൻ എഴുതിയ ആളാകൊണ്ട് എനിക്കറിയാം. അത് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഈ ഒരു മെഷർമെൻറ്റും ബില്ല് പ്രിപ്പയറും ചെയ്ത് കഴിഞ്ഞാൽ one person has to give the certificate. I have taken the measurement എന്ന് പറഞ്ഞാൽ one person has to, ഒരു ഹയർ ഓഫീസർ ചെക്ക് മെഷർ ചെയ്യണം. PWD ആണെങ്കിൽ മെഷർമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ് എഴുതി I have taken the measurements on such and such date and recorded on എംബുക്ക് ഇന്ന പേജ് മുതൽ ഇന്ന പേജ് വരെ ഓൺ. അപ്പോൾ ഈ ബില്ലിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാത്തിലും മെഷർമെൻറ്റ് ബുക്കിൽ എഴുതുന്ന എല്ലാം ഡേറ്റ് വെച്ച് വേണം ഒപ്പിടണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കിപ്പോൾ 3 പേരാണ് ഇൻവോൾവ്. ജാക്സൺ സൈറ്റിൽ നിന്ന് എടുത്തു, ഷേപ്പ് ചെയ്തത് ഞാനും ജിത്തുവാണ്, സൈറ്റിൽ എടുക്കാൻ വേണ്ടി ഞാനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബില്ലാക്കി കഴിഞ്ഞാൽ ബില്ല് പ്രിപ്പയർ ചെയ്തത് ഞാനും ജിത്തുവാണ്. അപ്പം എയ്തർ ജാക്സൺ ആർ ജിത്തു ഫസ്റ്റിൽ ഒപ്പിടും നമ്മുടേത്. എന്നിട്ട് ചെക്ക് മെഷർ ചെയ്യുന്നതായിട്ട് ഞാൻ ഒപ്പിടും. നമുക്ക് ഈ വലിയ വർക്കുകളെല്ലാം നമ്മൾ തന്നെ കൺസൾട്ട് ചെയ്താണെങ്കിൽ ഇത് പാസ്സാക്കാൻ വേറൊരു എക്സ്റ്റേണൽ ഏജൻസി നമ്മൾ വയ്ക്കും. അത് മുട്ടത്തറ വർക്കിനായാലും സ്റ്റാച്യു വർക്കിനായാലും ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു, ഒരു ആർക്കിടെക്റ്റ് വേറെ ആയിരുന്നു. അദ്ദേഹം വരച്ച പ്ലാൻ അനുസരിച്ച് അപ്രൂവൽ കിട്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് ഇത് വന്നത്. അപ്പോൾ ആ ആർക്കിടെക്റ്റിൻ്റെ ഓഫീസിലോട്ട് നമ്മളിത് കൊടുക്കും. ആൻഡ് ദേ ഹാവ് ടു ചെക്ക്. ഏതായാലും കാരണം നമ്മൾ തന്നെ ബില്ല് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും അത് ശരിയല്ല, നമ്മൾ തന്നെ പാസ്സാക്കുന്നത് ശരിയല്ല. നമ്മൾ മെഷർമെൻറ്റ് ചെക്ക് ചെയ്യാം. ആർക്കിടെക്ചർ ഓഫീസിൽ അവർക്ക് വേണമെങ്കിലും ഒരു റാൻഡം ചെക്ക് നടത്തിയിട്ട് അവർ ബില്ല് പാസ്സാക്കി തരും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ സാർ, നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് DSR, അതേപോലെ നമ്മൾ CPWD, നമ്മൾ കേരളത്തിന് മാത്രമായിട്ട് CPWD ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിലെങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ നമ്മുടെ ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നല്ലോ, റേറ്റ് ഒക്കെ എങ്ങനെയാണ് സാർ നമ്മൾ ഇതിൽ എടുക്കുന്നത്? നമ്മുടെ നാട്ടിലൊരു ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടിൻ്റെ കേരളത്തിലുള്ള ഒരു ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓണത്തിന് ബോണസ് കൊടുക്കുന്ന ഇത് വന്നതിൻ്റെ പേരിൽ ഒരു ഓണം കഴിഞ്ഞാൽ ദേ വാണ്ട് ടു, ലേബേഴ്സ് ആണെങ്കിൽ 10% എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചോദിക്കും. അത് ചിലപ്പം 5% കൊടുത്തെങ്കിലേ അവർ പണിക്ക് കിട്ടുകയുള്ളൂ.
ഇതിങ്ങനെ ഒരു സൈഡ് നിൽപ്പുണ്ട്. 2012 ശേഷമാണ് ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് നമ്മുടെ PWD അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അതിന് മുമ്പ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവരി 2 years, അത് ഞാൻ സർവീസ് കയറിയത് 1980-ലാണ്. 80 മുതൽ ഞാൻ റിട്ടയർ ചെയ്ത സമയത്ത് DSR, പിന്നെ കേരള PWDയുടെ ഷെഡ്യൂൾ ഓഫ് റേറ്റ് കേരള PWD, അത് പിന്നെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഫൈനൽ ഒപ്പിട്ട് ഗവൺമെന്റാണ് ഇറക്കുന്നത്. കൊടുക്കുന്ന ആള് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അഡ്മിനിസ്ട്രേഷനാണ്. ആ പോസ്റ്റിൽ ഇരുന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അപ്പം ഞാൻ റിട്ടയർ ചെയ്യുന്ന അതുവരെ DSR ഇറക്കിയിട്ടുള്ളൂ. അതിന് ശേഷം അപ്പം നമ്മൾ ആ DSR അല്ല, ഷെഡ്യൂൾ ഓഫ് റേറ്റ്, സോറി DSR അല്ല, കേരള PWD SOR. അപ്പം SOR എന്നാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്, SOR എന്നാണ് അത് പറയുന്നത്, ഇറക്കിയിട്ടുള്ളൂ. അപ്പം അതിന് നമ്മൾ ഓണത്തിന് ഒരു കൊല്ലം ഇടയ്ക്ക് റേറ്റ് ലേബർ കൂട്ടുന്നു. നമ്മുടെ കേരള SOR ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ പേരിലും ജോലിക്കാർ ഇത് കൂട്ടി ചോദിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ SOR കേരള PWD വെച്ചാൽ അവിടെ SOR പ്രിപ്പറേഷന് വേണ്ടി പ്ലാനിങ്ങിലൊരു എഞ്ചിനീയേഴ്സ് ഉണ്ട് കുറേ പേര്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ SOR ഇറക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു 6 മാസത്തിന് മുമ്പ് തന്നെ നമ്മൾ ലോക്കൽ മാർക്കറ്റ് റേറ്റും ലേബേഴ്സിൻ്റെ മെറ്റീരിയൽസിൻ്റെ എല്ലാം സെർച്ച് ചെയ്യും. ഇപ്പോൾ സിമെൻറ്റിൻ്റെ ഏതാണെന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ലോക്കൽ മാർക്കറ്റ് റേറ്റ് മൊത്തത്തിൽ പിന്നെ SORൽ കൊണ്ടുവരില്ല. കാരണം നമ്മളിപ്പം വസ്തുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ വസ്തു മാർക്കറ്റ് ഡിമാൻഡ് 20 ലക്ഷം ചോദിക്കുന്ന വസ്തുവിന് സർക്കാർ 10 ലക്ഷമാണ് ഫെയർ വാല്യൂ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബിസിനസ് നടക്കുന്നത് 20 ലക്ഷം ചോദിക്കുന്നു, 10 ലക്ഷം SOR, നമ്മൾ 15 ലക്ഷത്തിന് ഇത് കൊടുക്കും. അതേപോലെ ലോക്കൽ മാർക്കറ്റ് എപ്പോഴും ഹൈ റേറ്റ് ആയിരിക്കും കേരളത്തിലിപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോക്കൽ മാർക്കറ്റ് റേറ്റ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ഫെയർലി ഗുഡ് ഇതായിട്ട് ഇപ്പം ലേബറിൻ്റെ എടുക്കുകയാണെങ്കിൽ ലോക്കൽ മാർക്കറ്റ് 150 രൂപയാണ് പെർ ഡേ എന്ന് വെച്ചോ. പഴയ കാലത്താണ്, ഇന്നിപ്പോൾ 1000 കഴിഞ്ഞു. അപ്പോൾ 150 രൂപ ആയിരുന്നു പഴയത്. അപ്പോൾ പിന്നെ നിലവിലുള്ള SORൽ ഇവന്മാർ ചോദിക്കുന്നത് ലോക്കലാകുമ്പോൾ 300 രൂപയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാം 300 രൂപ പിന്നെ ഹിന്ദിക്കാർ ഇതിനേക്കാൾ കുറച്ച് വരും. മറ്റേ ഈ ചോദിക്കുന്നത് ഹയർ റേറ്റ് മലയാളി. അപ്പം നമ്മൾ പിന്നെ 150 രൂപ കൊടുത്തോണ്ടിരിക്കുന്നത് 300 ലോക്കൽ ചെയ്യുന്നത്. നമ്മളൊരു 200 225 രൂപയാണ് ഫെയർ റേറ്റായിട്ട് PWD ഫിക്സ് ചെയ്യും. മനസ്സിലായോ? മെറ്റീരിയലാണ് സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പിന്നെ മുമ്പൊക്കെ റാംകോയും ശങ്കറും ഒക്കെയാണ് നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള സിമെൻറ്റ്. അവരുടെ പിന്നെ ACS സർക്കാരിൻ്റെ ഒരു സിമെൻറ്റ് ഉണ്ട്. ഇവരുടെയൊക്കെ കൂടെ എടുത്തിട്ട് അവരുടെ ആവറേജ് പ്രൈസ് മിക്കവാറും സിമെൻറ്റ് അവർ കമ്പനീസ് കൊടുക്കുന്ന ആ റേറ്റ് തന്നെ നമ്മൾ MRP അത് തന്നെ നമ്മൾ എടുക്കും. അപ്പോൾ അങ്ങനെ എടുക്കും. അപ്പോൾ പിന്നീട് നമ്മുടെ എസ്റ്റിമേറ്റ് നാഷണൽ ഹൈവേക്കൊക്കെ വന്നു. നമ്മൾ ഇവിടുത്തെ റേറ്റിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഡൽഹിയിലേക്ക് അയക്കുമ്പോൾ അവർ പറയും ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് ഇത് എത്ര % എബോവ് ബിലോ എന്നൊക്കെ ചെയ്യണം. അപ്പോൾ അതർ സ്റ്റേറ്റുകൾ, പല സ്റ്റേറ്റുകളും ഇങ്ങനെ ഷെഡ്യൂൾ ഓഫ് റേറ്റ് ഇറക്കുന്നില്ലായിരുന്നു. അവർ അപ്പം ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ പറയാം. ഒരു 5 കൊല്ലം 10 കൊല്ലത്തിനിടയ്ക്കാണ് അവർ റേറ്റ് റിവൈസ് ചെയ്യുന്നത്, സെൻട്രൽ PWD. എന്നിട്ട് സെൻട്രൽ റേറ്റ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹിയിലാണല്ലോ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത്, വർക്ക് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഡൽഹി സംസ്ഥാനം, നേരത്തെ കേന്ദ്രഭരണ പ്രദേശ സംസ്ഥാനം റേറ്റ് ഇതിനെ ബേസ് ചെയ്ത് റേറ്റ് ഉണ്ടാക്കും. റേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനത്തുള്ളവരെല്ലാം പിന്നെ കോസ്റ്റ് ഇൻഡെക്സ് ബേസിസിൽ അതിലോട്ട് എടുക്കും. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറിയും DA ഒക്കെ കൂടുന്നതെല്ലാം ഈ കോസ്റ്റ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. നമ്മുടെ എല്ലാ സാധനങ്ങളുടെ വിലക്കയറ്റവും വില നിലവാരവും എല്ലാം തീരുമാനിക്കും കോസ്റ്റ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ എടുത്താൽ പോരെ എന്നുള്ളതാണ് SOR. അപ്പം ഡൽഹി SOR പലപ്പോഴും ഇപ്പം 100 രൂപയുടെ സാധനം നമ്മൾ ഒരു ഇപ്പം 2018 ഷെഡ്യൂൾ ഓഫ് റേറ്റ് CPWD ഇറക്കി. അതിൻ്റെ റേറ്റ് ഓഫ് വർക്ക് പിന്നെ ഡൽഹി SOR അതിൽ പ്രിപ്പയർ ചെയ്യും. ഈ ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത് പ്രിപ്പയർ ചെയ്ത് വരാനുള്ള സംവിധാനം ഡൽഹിയിലുണ്ട്, ഡൽഹി സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ CPWD ഡൽഹി വിങ് ഉണ്ടാക്കും. അതിനെ നമ്മൾ ഫോളോ എടുക്കുകയും അത് നമ്മൾ ഇവിടുത്തെ കോസ്റ്റ് ഇൻഡെക്സ് വെച്ച് ആഡ് ചെയ്യുകയും ചെയ്യും. കോസ്റ്റ് വില നിലവാര സൂചന.
അപ്പോൾ അത് മനസ്സിലായോ അതിൻ്റെ കാര്യം എങ്ങനെയാണ്? അതായത് ഡൽഹിയിൽ 100 രൂപ ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ 110 രൂപയായിരിക്കും. അത് തന്നെ തിരുവനന്തപുരത്ത് റേറ്റ് കൂടുതലാണ്. തിരുവനന്തപുരത്തേക്കാൾ റേറ്റ് കൂടുതലാണ് കൊച്ചിയിൽ റേറ്റ് വരുന്നത്. ചിലയിടത്ത് എന്നാൽ തിരുവനന്തപുരത്തേക്കാൾ റേറ്റ് കുറവായിരിക്കും ഇടുക്കിയിൽ. മനസ്സിലായോ? ചില അറ്റത്ത് തിരിഞ്ഞു. അപ്പോൾ ഓരോ ജില്ലയുടെയും കോസ്റ്റ് ഇൻഡെക്സ് എടുക്കും. ഈ ജില്ലയിൽ തന്നെ ഒരു വേരിയേഷൻ ഉണ്ട്. അത് പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ തന്നെ സിറ്റിക്കകത്ത് വലിയ നെയ്യാറ്റിൻകര എടുക്കുകയാണെങ്കിൽ എനിക്കറിയാം ഈ തമിഴ്നാട്ടിലാണല്ലോ ചീപ്പ് ലേബറൊക്കെ വരുന്നത്. ആ ബോർഡറിൽ റേറ്റ് കുറവായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തെക്കാളും ഒരു 10% റേറ്റ് കുറവായിരിക്കും പാറശാല. തിരുവനന്തപുരത്തെക്കാളും 5% റേറ്റ് കുറവായിരിക്കും നെയ്യാറ്റിൻകര. ഒരു 3% റേറ്റ് കുറവായിരിക്കും നേമഭാഗത്ത് ഔട്ടർ സിറ്റിക്കകത്ത് ഹയർ ഇത് വരും. അപ്പോൾ ഈ വേരിയേഷൻ കൊടുക്കുകയുള്ളൂ. നമുക്ക് DSR എടുക്കുമ്പോഴത്തേക്ക് ഇതേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ DSRന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ ലേബറാണ് അബ്നോർമൽ കൂടുന്നത്, മെറ്റീരിയൽ കൂടുന്നില്ല. പലതും ഫിക്സഡ് ആയിരിക്കാം. പക്ഷേ ഇത് കോസ്റ്റ് ഇൻഡെക്സ് വെച്ച് എല്ലാത്തിനും കൂടെ കൊടുക്കുകയല്ലേ. കോസ്റ്റ് ഇൻഡെക്സ് ഈസ് ആവറേജ് ഇൻക്രീസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ, അതാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത്? എനിക്കറിയാവുന്നുള്ള ടൈൽ എന്നൊക്കെ പറഞ്ഞ ചില വെറ്റിഫൈഡ് ടൈൽ അതൊക്കെ കഴിഞ്ഞ 10-15 വർഷമായിട്ട് സെയിം കോസ്റ്റാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ ഇതില്ലേ. അതേസമയത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ലേബർ ആണെങ്കിൽ 3 ടൈംസോ 4 ടൈംസോ കൂടിയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇതിൽ കോസ്റ്റ് ഇൻഡെക്സ് വയ്ക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ആവറേജ് വരികയല്ലേ. അപ്പോൾ ഇത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് വരെ ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മളത് പിടിച്ചു നിർത്തിയിരുന്നു. കാരണം കേരളത്തിൻ്റെ വിലക്കയറ്റത്ത് ഇത് ഒരു റീസണബിൾ അല്ല. പിന്നെ അവസാനം വിട്ടിട്ട് അത് ഒരു വലിയ ഹൈ പവർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇത് കുഞ്ചേറിയപ്പി ഐസക് കേട്ടിട്ടുണ്ടോ? KTU കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് അദ്ദേഹം. എഞ്ചിനീയറിംഗ് കോളേജ് എന്നെ റാഗ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് വലിയ റാഗ് ചെയ്തതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് അവസാനം വരെ ഞാൻ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അദ്ദേഹം വരികയും എന്ത് കാര്യം ഉണ്ടെങ്കിലും പിന്നെ ചർച്ച ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് വിൻസെൻ്റ് റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്ക് തുടങ്ങാം. എന്തായാലും ഞാൻ 2012 നവംബറിൽ റിട്ടയർ ചെയ്തു. എനിക്കൊന്ന് അത് കഴിഞ്ഞ് വരുന്ന ഫൈനാൻഷ്യൽ ഇയർ 1/4/2013 അന്ന് മുതലാണ് DSR നമ്മൾ നടപ്പാക്കി തുടങ്ങിയത്. നമ്മളിപ്പോൾ സുഖമായിട്ട് നമ്മൾ DSR വെച്ചിട്ടാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഗവൺമെൻറ് റേറ്റിലുള്ള എസ്റ്റിമേറ്റ് വേണമെന്ന് ആരെങ്കിലും പറയണം, നമുക്ക് വളരെ എളുപ്പം ഈ ഒരു പ്രൈസ് സോഫ്റ്റ്വെയർ ഉണ്ട്. പ്രൈസ് സോഫ്റ്റ്വെയറിൽ ജാഗ്ബൻ്റെ ക്ലാസ്മേറ്റ്സ് പലരും AE-മാരായിട്ട് ഇവിടെ ഉണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. സോ വി വിൽ ആസ്ക് ദം ഒരു 5 നില ബിൽഡിങ്ങിൻ്റെ ഇവിടുത്തെ DSR കറണ്ട് റേറ്റിലുള്ള. അപ്പോൾ അവർ പറഞ്ഞ 2018 ഷെഡ്യൂൾ ഓഫ് റേറ്റ് അല്ലെങ്കിൽ 2023 ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞത് അതിൽ കോസ്റ്റ് ഇൻഡെക്സ് കറക്ഷൻ ടു 1.38 അല്ലെങ്കിൽ 108% വെച്ച് കറക്റ്റ് ചെയ്തതാണ്. ഇന്ന നെടുമ്പങ്ങാടുള്ള വർക്കിനാണ് ഇന്ന വർക്കിനാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനെ എല്ലാം എടുത്തിട്ട് ആ റേറ്റിനെ നമ്മൾ സിംപ്ലി ഫോളോ ചെയ്യും. നമ്മൾ ചെയ്യുന്ന ഞാനൊരു റേറ്റ് ഉണ്ടാക്കുമായിരുന്നു നേരത്തെ. ഇപ്പം നമ്മളത് വിട്ടു. എൻ്റെതായ ഒരു രീതിയിൽ ഒരു റേറ്റ് ഉണ്ടാക്കുമായിരുന്നു. നമ്മുടെ ഓഫീസിൽ ട്രെയിനി ആയിട്ട് സ്റ്റാഫ് വരുമ്പോൾ ആദ്യം ഞാൻ അവരെ ടെക്നിക്കൽ സ്റ്റാഫിനെ ആദ്യം പഠിപ്പിക്കുന്നത് റേറ്റ് പ്രിപ്പറേഷൻ. എൻ്റെ പഴയ ബുക്കൊക്കെ ഉണ്ട്. പിന്നെ അവസാനം നമ്മളതങ്ങ് വിട്ടു. ഇതൊന്നുമല്ല, ആളുകൾ എന്നല്ല. പിന്നെ ഈ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ഇത് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് പണിയണമെന്ന് പറയും. അതിനും പാരലായിട്ട് CPWയുടെ പ്ലിന്ത് ഏരിയ റേറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ഇത് ചെയ്തിട്ട് ലോക്കൽ മാർക്കറ്റ് റേറ്റിൽ നെഗോഷിയേറ്റ് ചെയ്ത് അങ്ങനെ പോകാൻ. ഇനി അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, സാർ നമ്മളെ ഫിഡിക് കണ്ടീഷൻ എന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, അപ്പൊ അതും നമ്മുടെ PPP മോഡ് വരുമ്പോൾ PPP മോഡ് വരുമ്പോൾ ഉള്ളൊരു എഗ്രിമെന്റിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് സാർ? നമ്മുടെ പിന്നെ ഗവൺമെന്റ് വർക്കുകൾ നേരത്തെ ഇരുന്നപ്പോൾ ആക്ച്വലി പിന്നെ പണ്ട് പിന്നെ അതിലൊരു ആർബിട്രേഷൻ ക്ലോസ് ഉണ്ടായിരുന്നു. ആർബിട്രേഷനെ കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കാം, അതെന്താണെന്നുള്ള പിന്നെ സംസാരിക്കാം. ആർബിട്രേഷൻ ക്ലോസ് ഉണ്ടായിരുന്നു. പിന്നെ അത് എടുത്തു കളഞ്ഞു. ആർബിട്രേഷൻ കൂടെ എടുത്തു കളഞ്ഞപ്പോൾ ഗവൺമെൻറ് എഗ്രിമെൻറ്റ് ഇറ്റ്സെൽഫ് ഈസ് പിന്നെ ഒരു അട്രാക്റ്റീവ് അല്ല. അതായത് കോൺട്രാക്ടർമാരെ ഞെക്കിപ്പിഴിയുന്ന രീതിയിലുള്ള വൺ സൈഡഡ് എഗ്രിമെൻ്റാണ്. ഗവൺമെൻറ്റിന് ഫേവറായിട്ടുള്ള എഗ്രിമെൻ്റാണ്. അപ്പോൾ കോൺട്രാക്ട് വരാതെ ആകാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണ് ഈ PPP നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, 2000 മുതലാണ് ഇങ്ങോട്ട് PPP തുടങ്ങിയത്. 2000 മുമ്പ് നമ്മൾ 1995 കാലഘട്ടത്തൊക്കെയാണ് വേൾഡ് ബാങ്കിൻ്റെയും ADB ലോൺ, ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്,
ലോൺ എടുത്തേക്കുന്നത്. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ നിങ്ങൾക്ക് PWDയിൽ നിലവിലുള്ള ഈ എഗ്രിമെന്റ് പോരാ, കുറച്ചുകൂടെ കോൺട്രാക്ട് വലിയ ബിഗ് പ്ലേയേഴ്സ്, വെളിയിലുള്ള വലിയ കമ്പനിയൊക്കെ വരണമെങ്കിൽ അതിന്. അപ്പം അതിന് അവർ ഇൻസിസ്റ്റ് ചെയ്ത കണ്ടീഷനാണ് ഫിഡി കണ്ടീഷൻ. ഫിഡിക്ക് എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ എഞ്ചിനീയേഴ്സ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അത് പറയുന്നത് ഫിഡിക്ക് എന്ന് പറയുന്നത് ഫ്രഞ്ച് വേർഡിലാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഫിഡിക്ക്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ LDD ഉണ്ട്, ലിക്വിഡേറ്റഡ് ഡിലേ ഡാമേജ്. അതായത് നമുക്ക് നേരത്തെ എഗ്രിമെന്റിൽ ഒരാൾ വർക്ക് 1 മാസം 2 മാസം താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നോമിനൽ ഫൈൻ 500 രൂപ ഫൈൻ, 1000 രൂപ ഫൈൻ ചെയ്തിട്ട് 3 മാസം 6 മാസമൊക്കെ നീട്ടിക്കൊടുക്കും. ഇതിലത് പറഞ്ഞില്ല, ഓരോ ഡേയ്സ് ഓഫ് ഡിലേക്കും ഫൈൻ ചെയ്യാം. അപ്പോൾ LDDയിൽ പല LDDയിലുള്ളതൊന്ന് പിന്നെ 1 ഡേ ഡിലേ ഇൻ 0.1%, 0.1% ഫൈൻ ചെയ്യാം. 0.1%. ചില കേസിൽ LDDയിൽ ഇതെല്ലാം വേൾഡ് ബാങ്ക് കണ്ടീഷൻ, ഇങ്ങനെ ഈ കണ്ടീഷൻ വെക്കണമെന്നുള്ളത്. ചില ഇതിൽ പറയും 1 മാസത്തെ ഡിലേക്ക് 1%, ചില ഇതിൽ പറയും 1 വീക്കിലെ ഡിലേക്ക് 0.1%. അങ്ങനെ ഈ LDD അത് മാക്സിമം എത്ര ഡിലേ വന്നാലും മാക്സിമം ഫൈൻ LDDS 10% പിടിക്കാവൂ. മനസ്സിലായോ എന്നുണ്ട്. അതുപോലെ ബില്ല് പിന്നെ അപ്പം ഈ ഡിലേക്ക് ഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺട്രാക്ടർക്ക് ഡിലേ വരാൻ സാധ്യതയുള്ള കോൺട്രാക്ടറുടെ ഭാഗത്താണല്ലോ. അപ്പം അത് കോൺട്രാക്ടറെ കണ്ടമാനം പണിഷ് ചെയ്യുന്ന രീതിയാണ് LDD റൂൾ എന്ന് പറയുന്നത്. സെയിം ടൈം കോൺട്രാക്ടർമാർ പലപ്പോഴും ആവശ്യപ്പെടുന്നത് എന്താ, ഞങ്ങൾക്ക് പേയ്മെന്റ് ഡിലേ വരുന്നു, സർക്കാരിന് പൈസ ഇല്ലാതെ പേയ്മെന്റ് കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് പേയ്മെന്റ് ഡിലേ വന്നാൽ പേയ്മെന്റ് ഒരു ബില്ല് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്കിനകത്ത് പേയ്മെന്റ് കൊടുത്തിരിക്കണം. വിത്തിൻ 2-3 ഡേയ്സ് 3 വർക്കിംഗ് ഡേയ്സിനകത്ത് 75% ഓഫ് ബിൽ എമൗണ്ട് കൊടുത്തിരിക്കണം, സിൻസ് ലാസ്റ്റ് ബിൽ എമൗണ്ട്. അതിനാണ് അറിയുന്നത് ആ ബില്ലിൽ എത്രയാണോ വരുന്നത് അതിന് ബിഫോർ ഓഡിറ്റിംഗ് 75% കൊടുക്കണം. ആഫ്റ്റർ ഓഡിറ്റിംഗ് 1 വീക്കിനകത്ത് ഫുൾ പേയ്മെന്റ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഓരോ ഡിലേക്കും ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. നേരത്തെയൊക്കെയാണെങ്കിൽ ആദ്യമൊക്കെ ബാങ്ക് ഇൻട്രസ്റ്റ് ഒക്കെ ആദ്യമൊക്കെ ഒരു ഇങ്ങനെ 1%, 2% ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു. മന്ത്ലി 2 രൂപ പലിശ 24% പിന്നീട് അത് മോഡിഫൈ ചെയ്ത് വന്ന് നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് പിന്നെ ഇൻട്രസ്റ്റ് വന്നു. അതിൽ ചിലത് വന്നപ്പോഴത്തേക്ക് എന്താ നാഷണലൈസ്ഡ് ബാങ്കിന്റെ എനിക്ക് 2019 ഞാൻ ഈ റേറ്റ് ഫിക്സ് ചെയ്യാൻ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പിന്നെ അന്ന് പിന്നെ SBIയിൽ ഞാനൊരു ഇതിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്ന അഡ്ജുഡിക്കേഷൻ്റെ ചെയർമാനായിരുന്നു. അപ്പോൾ അതിലോട്ട് പോയപ്പോഴത്തേക്ക് SBI പറഞ്ഞത് 3 റേറ്റ് ഉണ്ട്. ലെൻഡിങ് റേറ്റ് ടു കോൺട്രാക്ടേഴ്സ്. കോൺട്രാക്ടർക്ക് എത്ര രൂപ ബാങ്ക് പലിശ കൊടുക്കേണ്ടി വരുന്നു അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ നക്ഷൽ എന്ന് പറയുന്നത്, എയിം. അപ്പോൾ കോൺട്രാക്ടർക്ക് അയാളുടെ ഇതെന്താ സിബിൽ സ്കോർ, ആ വാക്ക് ഞാൻ സിബിൽ സ്കോർ കേട്ടിട്ടുണ്ടോ? അപ്പൊ സിബിൽ സ്കോർ നല്ലതായി ഫേവറബിൾ ആയിട്ടുള്ള ആർക്കും ഒരു റേറ്റ്, സിബിൽ സ്കോർ വളരെ മോശമായിട്ടുള്ള മിക്കവാറും കോൺട്രാക്ടേഴ്സിന് സിബിൽ സ്കോർ മോശമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടേഴ്സ് ലോൺ എടുത്തിട്ട് പണി ചെയ്ത് സർക്കാരിന് പണി ചെയ്തിട്ട് പൈസ എല്ലാവരും ബ്ലോക്ക് ആയിരിക്കും. സർക്കാർ 2 വർഷമൊക്കെ പേയ്മെന്റ് ഡിലേ വരും. അപ്പൊ അനുസരിച്ച് ഇയാൾ ചിലപ്പോൾ 2 വർഷമോ ഒരു വർഷമോ അല്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ സ്വർണ്ണമൊക്കെ വിറ്റിട്ട് കൊണ്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഫാമിലി കുഴപ്പത്തിലാവും, അത് കുഴപ്പത്തിലാവും. അപ്പം മിക്കവാറും സിബിൽ സ്കോർ മോശമായിട്ടുള്ള ഒരു റേറ്റ്, ബെസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആവറേജ് ഒരു റേറ്റ് ഉണ്ട്. ആവറേജ് സിബിൽ സ്കോർ ഇത്രയെങ്കിലും ആയാൽ ഒരു ഫെയർലി നോർമലി ചെറിയ ഇതേ ഡിലേ വരത്തുള്ളൂ, വലിയ ഡിലേ വരത്തില്ല. അങ്ങനെ അപ്പോൾ ആവറേജ് സിബിൽ സ്കോർ ഉള്ള ഒരു കോൺട്രാക്ടേഴ്സിനുള്ള ഒരു ലെൻഡിങ് റേറ്റ്, ഇപ്പം നമ്മൾ 1 കോടി രൂപ അതിൽ കൂടുതൽ ഓടി എടുക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ലെൻഡിങ് റേറ്റ്, അത് വെച്ച് ഇവർക്ക് കൊടുക്കും, ഇൻട്രസ്റ്റ് കൊടുക്കും. നമുക്കിപ്പോ ഗവൺമെന്റ് ആണ് ഇതിൽ ഡിലേ വരുത്തുന്നതെങ്കിൽ ആരായിരിക്കും ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നത്? സാർ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് ഡിലേ ആക്കുവാണെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കോൺട്രാക്ടിന് ഒരു കോമ്പൻസേഷൻ പോലെ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോ ഇതിനെതിരെ ആക്ഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ മോണിറ്റർ ചെയ്യുന്ന ആരായിരിക്കും? അതായത് അതിനുള്ള ഇതാണ് ഈ ഇതില് ഫെഡി കണ്ടീഷനിൽ ഉള്ളതാണ്. ഇതിൻ്റെ അകത്തൊരു പിന്നെ ഡിസ്പ്യൂട്ട് ആർബിട്രേഷൻ ക്ലോസ്. ഫെഡി കണ്ടീഷന്റെ ഇന്നവിറ്റബിൾ പാർട്ടാണ് ആർബിട്രേഷൻ.
ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഒരു പിന്നെ പിന്നെ ആർബിട്രേഷൻ കോടതി ഇതല്ല. ആർബിട്രേഷൻ ആൻഡ് റീകൺസിലേഷൻ ആക്ട് 1999 ഇറങ്ങിയിട്ടുണ്ട്. അത് അനുസരിച്ചാണ്. അതും ഈ 99 ഇറങ്ങിയത് എന്തിനാ? വേൾഡ് പിന്നെ ഈ വേൾഡ് ബാങ്കും ADB ഒക്കെ നമുക്ക് ലോൺ തരാനും PPP വർക്ക് നടക്കാനും നമ്മുടെ ആ രീതിയിൽ വരാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൽ എഗ്രിമെന്റിൽ തന്നെ ഒരു ക്ലോസ് കാണും. പിന്നെ ഡിസ്പ്യൂട്ട് ഉണ്ടാവും, കോൺട്രാക്ടർക്ക് കുറേ ഇതുണ്ടാവും, പൈസ കിട്ടിയില്ല, അതെല്ലാം കൂടെ കൊടുക്കുകയും അത് വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു ബോഡി അതിലുണ്ടാകണം. ഞാൻ പറയാം, അതിൽ ഇപ്പം TCRIP ഞാൻ ചെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം TCRIPയുടെ ഓളി അനുസരിച്ചാണ് ആ ബോഡി എങ്ങനത്തെ ബോഡി ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. TCRIPയിൽ പിന്നെ ഞാൻ പ്രോജക്റ്റ് എഞ്ചിനീയറായിരുന്നു. അപ്പം ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ എന്നുള്ള ഒരിതുണ്ട്. ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ ഇറ്റ്സെൽഫ് ഈസ് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ. അപ്പോൾ ഇവർക്ക് കുറേ ആവലാതികളുണ്ട് കോൺട്രാക്ടർക്ക്. അത് പിന്നെ ബിഫോർ ഫൈനൽ ബിൽ കൊടുക്കണമെന്നാണ്. ഈ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർക്ക് ഒരു ബുക്ക് ആയിട്ട് ഇന്ന ക്ലെയിം ഞാൻ കൊണ്ട് ഞങ്ങൾ ഒരു എക്സാമ്പിൾ, പിന്നെ ഒരാൾ പറയുന്നു, പിന്നെ എന്താ ഒരു പാലത്തിൻ്റെ ഒരു ഈ ഒരു ഫ്ലൈ ഓവർ അവർ പണിതു. ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ പിന്നെ മാഷിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തറയിൽ സപ്പോർട്ട് ചെയ്ത് വേണം ഈ ഇത് കൊടുക്കാൻ വേണ്ടി, ജാക്കിയും സ്പാനും കൊടുക്കാൻ വേണ്ടി. അപ്പോൾ തറ ലൂസായിട്ട് താന്നു പോകുന്നു. അപ്പോൾ സോയിൽ ടെസ്റ്റ് നടത്തിയിട്ട് സോയിൽ സ്റ്റെബിലൈസേഷൻ വർക്കൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പേയ്മെൻറ്റ് കൊടുത്തു. അതിൻ്റെ പുറത്ത് ഒരു നീറ്റ്ലി ഒരു സ്മോൾ കോൺക്രീറ്റിൻ്റെ ഒരു ലെയർ കൊടുക്കണം, 5 സെൻറ്റിമീറ്റർ ഒരു PCC ഇട്ട് പിന്നെ മുട്ട് വയ്ക്കണമെന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഇവർ പറയുന്നത് ഞങ്ങളതൊരു 15 സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് ഇട്ടു, അതിന് കൂടെ പേയ്മെൻറ്റ് തരണം. ഇത് തന്നില്ല. അപ്പം ഓപ്പോസിറ്റ് വന്നപ്പോൾ ഇവർ ഏതെങ്കിലും PCC ഇടാനുള്ള, ഈവൻ വെറും തറയാണെങ്കിൽ പോലും സോയിൽ സ്റ്റെബിലൈസേഷൻ ചെയ്യാത്ത വെറും തറയായ പോലെ ഇവരുടെ ജാക്കി നിൽക്കാൻ വേണ്ടി ഒരു ഹൊറിസോണ്ടൽ സർഫസ് വേണമെങ്കിൽ ഇവർ പ്ലാസ്റ്റർ ചെയ്യാമായിരുന്നു. ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ അവരൊരു ഐറ്റമായിട്ട് കിട്ടാനായിട്ട് വിചാരിച്ചിരുന്നു എങ്കിൽ അവരതിൻ്റെ മെഷർമെൻ്റ് എടുപ്പിക്കണമായിരുന്നു. എക്സ്ട്രാ ആയിട്ട്, മനസ്സിലായോ? മെഷർമെൻ്റ് എടുപ്പിച്ചില്ല. മാത്രമല്ല, ഇതെന്ന് പറയുന്നത് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്ന ഇതിനെ കൊണ്ട് അങ്ങ് തറയുക ചെയ്തത്. അത് ഡെഫിനറ്റ് തിക്നെസ് ഇല്ല. അത് ഈ ജാക്കി എല്ലാം വന്നപ്പോൾ പിന്നെ അത് പൊടിഞ്ഞും പോയി, യൂസ്ലെസ് ആയിപ്പോയി. അപ്പം ഇങ്ങനെയുള്ളത് ഈ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറോ അതിൻ്റെ ഇത് ചെയ്യുന്നു. ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറോ ചില ഇതിന്, മറ്റൊന്നിന് DRB ഉണ്ട്, DRC ഉണ്ട്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ബോർഡ്. കേരള ഗവൺമെൻറ്റിൻ്റെ പലപ്പോഴും ചില ഇതിന് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർക്ക് പകരം DRB വെക്കും, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ബോർഡ്. അതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അഡ്ജുഡിക്കേറ്റർ ആയിരിക്കും അതിൻ്റെ ഹെഡ് ചെയ്യുന്നത്. പിന്നെ വേറെ 1-2 മെമ്പേഴ്സ് കാണും. കേന്ദ്ര ഗവൺമെൻറ് DRC ആണ് വെക്കുന്നത്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കമ്മിറ്റിക്ക് ചെയർമാൻ കാണും. മറ്റേത് DRBക്ക് അഡ്ജുഡിക്കേറ്ററും പിന്നെ മെമ്പേഴ്സും കാണും. ഞാൻ ഇപ്പം തിരുവനന്തപുരം ബേസ് ചെയ്ത് വരുന്ന വർക്കുകളുടെ കേരള ഗവൺമെൻറ്റിൻ്റെ വരുമ്പോൾ DRB ഇത് അഡ്ജുഡിക്കേറ്റർ ഞാനായിരിക്കും. DRC സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇത് സ്റ്റേറ്റിൽ വരും. സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ രജിസ്റ്റേർഡ് കോൺട്രാക്ടേഴ്സും സ്റ്റേറ്റിൻ്റെ ഇത് ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് വിദുര ഇല്ലേ, IAS, അവിടുത്തെ ഇതിനെല്ലാം ഞാൻ അതിൻ്റെ മെമ്പറാണ്. DRCയുടെ ചെയർമാനായിട്ട് CPWD നിന്ന് റിട്ടയർ ചെയ്ത് ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ചീഫ് എഞ്ചിനീയറാണ് അതിൻ്റെ ചെയർമാനായിട്ട്. കാരണം അവരുടെ ഇതാകുമ്പോൾ അവരുടെ CPWD തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ, അങ്ങനെ ആളെ കിട്ടിയതുകൊണ്ട് അത് വെച്ചു അതിന് മെമ്പറായിരിക്കും ഞാൻ. അപ്പോൾ ഈ കമ്മിറ്റി ഇവരുടെ കോൺട്രാക്ടർക്കുള്ള ആവലാതി പ്രീ ഫൈനൽ ബില്ല് തരുമല്ലോ. അപ്പോൾ അതിലൊരു പിന്നെ 10 ആവശ്യങ്ങളാണ് ഉള്ളത്. അത് 2 DRB അല്ലെങ്കിൽ DRC അപ്രൂവ് ചെയ്ത് കൊടുത്തു, 8 അപ്രൂവ് ചെയ്യാതെ കൊടുത്തു. ഇത് ചെയ്യുമ്പോൾ അതുപോലെ DRC അപ്രൂവ് ചെയ്ത് ഈ DRCയോ DRBയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ ഡിലേ ചെയ്തതിന് ആ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ഇവർ ആർബിട്രേഷന് പോകുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ പലതുമായിരിക്കും.
ഇവരിപ്പോൾ 1 കോടി രൂപയുടെ വർക്ക് ചെയ്തപ്പോൾ ഒരു കുറേ എക്സ്ട്രാ ആയിട്ട് അതിനെല്ലാം കൂടെ സമപ്പ് ചെയ്ത് അവരുടെ ക്ലെയിം ആണെങ്കിൽ 2 കോടി രൂപ ഇതായിട്ട് വരും. അപ്പോൾ അത് DRB DRCO ആദ്യം ഇവർ ക്വാണ്ടിഫൈ ചെയ്തതിനെ കുറയ്ക്കുന്നുണ്ട്. 2 കോടി രൂപ എന്ന് അവർ ക്ലെയിം ചെയ്ത് തന്നപ്പോൾ നമ്മളെല്ലാം കൂടെ എത്ര വന്നാലും 50 ലക്ഷം രൂപയല്ലേ വരുള്ളൂ. ഓരോ അങ്ങനെ കുറഞ്ഞു വരും. അതിൽ 10 ലക്ഷം രൂപയുടേത് അപ്രൂവ് ചെയ്ത് കൊടുത്തു, അനുവദിച്ചു കൊടുത്തു. അപ്പോൾ ഈ അനുവദിക്കുന്ന ഇത് സർക്കാരിന് നേരത്തെ ചോദ്യം ചോദിച്ചില്ല. സർക്കാരിന് ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അപ്പോൾ 1 കോടി രൂപയുടെ വർക്ക് 2 കോടി രൂപയുടെ ക്ലെയിം വന്നു. അതിൽ മൊത്തം എല്ലാം കൂടെ 10 ലക്ഷം രൂപയെ ഉള്ളൂ എന്ന് DRB പറഞ്ഞു. അതിൽ 2 കോടി രൂപ അനുവദിച്ചു. അപ്പോൾ 8 കോടി രൂപ. അപ്പോൾ 8 കോടി രൂപയാണ് അവർക്ക് ഇനി ഫർദർ കിട്ടേണ്ട ക്ലെയിം. അപ്പോൾ ഈ 8 കോടി രൂപയ്ക്ക് വേണ്ടി അവർക്ക് ദേ ക്യാൻ ഗോ ഫോർ ആർബിട്രേഷൻ. അതിനു വേണ്ടിയുള്ള ഡോക്യുമെന്റ്, അതായത് ഏതെങ്കിലും ഒരു ബോഡി ചർച്ച ചെയ്ത് റിജക്റ്റ് ചെയ്തതോ അക്സെപ്റ്റ് ചെയ്തതോ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ആർബിട്രേഷൻ പോകുന്നത്. ഓക്കെ സർ.